23 വയസ്സ് മാത്രം പ്രായമുള്ള ആ പെൺകുട്ടി ഇമെയിലിൽ അയച്ചിരിക്കുന്ന പരാതി നടുക്കുന്നതാണ്. അതിലെ ഒരു ഭാഗം ഇങ്ങനെയാണ്: Despite my resistance, he assaulted and violated me brutally. He forcefully had sexual intercourse with me, resulting in severe panic attack. I struggled to breathe and had to take my prescribed medication. Before I could recover, he continued the assault, causing unbearable physical and emotional trauma. After the violent act, which shattered me completely, I was in intense physical pain and realized that my body bore several cuts and injuries from his brutal attack. നടന്ന ഒരു ലൈംഗിക പീഡനത്തെക്കുറിച്ചുള്ള ചോര മരവിപ്പിക്കുന്ന ഒരു വിവരണമാണ് ഈ പരാതിയിലുള്ളത്. ഇതൊരു പൊതുപ്രവർത്തകനാണ് ചെയ്തത് എന്നുള്ളത് ഞെട്ടലുണ്ടാക്കുന്നതാണ്. ഈ പൊതുപ്രവർത്തകനെ അനുകൂലിക്കുന്ന ആളുകൾ ഇപ്പോഴും സമൂഹത്തിലുണ്ട്. ജയിലിൽ പോയവർ പോലും പട്ടിണി കിടക്കാണ് എന്നാണ് പറയുന്നത്. എന്തൊരവസ്ഥയാണ്! ഇത് ക്ലിയർ കേസ് ഓഫ് റേപ്പ് തന്നെയാണ്. ഏറ്റവും ബ്രൂട്ടലായിട്ടുള്ള, ഏറ്റവും ക്രൂരമായിട്ടുള്ള ഒരു അതിക്രമം, ബലാത്സംഗം ആ പെൺകുട്ടിക്കെതിരെ നടന്നതായിട്ടാണ് വ്യക്തമാകുന്നത്. അതിൽ 2-3 കാര്യം കൂടി ആ കുട്ടി പറയുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ വരുന്ന വലിയ അറ്റാക്കുകൾ ഭയന്നിട്ടാണ് പരാതി കൊടുക്കാൻ മടിക്കുന്നത് എന്ന് ആ പരാതിയിലുണ്ട്. അതോടൊപ്പം തന്നെ സംശയമുണ്ടെങ്കിൽ, കോൺഗ്രസ് നേതാക്കന്മാർക്ക് സംശയമുണ്ടെങ്കിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് ഇത് അറിയാം എന്നും അവർക്ക് റിട്ടേൺ ആയിട്ട് പരാതി കൊടുക്കാത്തത് കൊണ്ട് മാത്രം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യവും ഈ പരാതിയുടെ ഭാഗമായിട്ട് നമ്മൾ കാണുകയാണ്. ഏറ്റവും സെക്കൻഡ് ലാസ്റ്റ് ആയിട്ട് ഒരു പാരഗ്രാഫ് ഉണ്ട്: I therefore request the Congress leadership to prevent him from holding any role involving public engagement, especially with women and children. ഒന്ന് ആലോചിച്ച് നോക്കിയേ, സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത ഒരു രാഷ്ട്രീയ പാർട്ടി, ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടി, ആ പാർട്ടിയിൽ ഒരു റോളും കൊടുക്കരുത്. അത് വിമൺ ആൻഡ് ചിൽഡ്രൻ, സ്ത്രീകളും കുട്ടികളും വരുന്ന ഒരു പ്രോഗ്രാമിൽ അല്ലെങ്കിൽ ഒരു പരിപാടിയിൽ ഒരു എൻഗേജ്മെന്റും കൊടുക്കരുത് എന്നൊരു പെൺകുട്ടി എഴുതി വെച്ചിരിക്കുകയാണ് പരാതിയിൽ. ഈ പരാതിയല്ലേ KPCCയുടെ നേതൃത്വം ഇതുവരെ ഒരു പരാതിയും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞത്? ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞല്ലോ, 10-20ഓളം നിരവധി പരാതികൾ കിട്ടിയിട്ടുണ്ട് എന്ന് പറയുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ കോൺഗ്രസിന്റെ അംഗീകാരത്തോടെയും ആശീർവാദത്തോടെയും തന്നെയാണ് ഇത്തരത്തിൽ കുറ്റകൃത്യങ്ങളിൽ പെട്ട ഒരാൾക്ക് എല്ലാ പൊസിഷനും കൊടുത്തത് എന്ന് നാം മനസ്സിലാക്കേണ്ടി വരും. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റാക്കി, അതുപോലെ പാലക്കാട് MLA ആക്കി, അതുപോലെ മറ്റു പല സ്ഥാനങ്ങളും കൊടുത്തു, അതുപോലെ റീൽസിലൂടെ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ പ്രചാരകനായിട്ട് മാറ്റി. അത്തരത്തിൽ നിരവധി അംഗീകാരവും ആശീർവാദവും എല്ലാം കൊടുക്കുന്നത് നമ്മൾ കാണുകയാണ്. എന്നിട്ട് ഇത്തരം പരാതി ഉയർന്നു വരുമ്പോഴും തട്ടിക്കൂട്ടായിട്ട് ഒരു സസ്പെൻഷൻ, കോൺഗ്രസ് ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ട് 1 മാസം കൊണ്ട് പിൻവലിക്കപ്പെടുന്ന ഒരു സസ്പെൻഷൻ കൊടുത്തിട്ട് ഞങ്ങൾ ശക്തമായിട്ടുള്ള നടപടിയെടുത്തു എന്നതാണ് പറയുന്നത്. ഏതായാലും ഇതുവരെ പുറത്തു വന്നതിൽ ഏറ്റവും ഗൗരവമായിട്ടുള്ള പരാതി തന്നെയാണ് നമ്മുടെ മുന്നിലുണ്ട്. ആദ്യം ഒരു നടി, അതും കോൺഗ്രസിന്റെ നേതാവ് VD സതീശൻ ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി കാണണമെന്ന് ആഗ്രഹിച്ച, തന്റെ പിറന്നാളിന് പോലും കേക്ക് മുറിക്കാൻ ഈ VD സതീശനെ ക്ഷണിച്ച ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിക്ക് ഇത്തരത്തിലൊരു പരാതി പറഞ്ഞപ്പോൾ ഉണ്ടായിട്ടുള്ള അനുഭവം നമ്മുടെ മുന്നിലുണ്ട്. എത്ര ക്രൂരമായിട്ടാണ് ആക്രമിച്ചത്. അതിനുശേഷം ഇപ്പോൾ ഗർഭചിത്രം നിർബന്ധമായിട്ട് നടത്തേണ്ടി വന്ന ഒരു പെൺകുട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ടും എത്ര ക്രൂരമായിട്ടുള്ള ആക്രമണ പരമ്പരയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ഈ പെൺകുട്ടിയും ഭയക്കുന്നു, സോഷ്യൽ മീഡിയ വഴിയുള്ള ആക്രമണത്തെ ഭയക്കുന്നു. പക്ഷെ എന്നിരുന്നാലും ധൈര്യം കൃത്യമായിട്ട് ആർജിച്ച് ഇപ്പോൾ KPCC നേതൃത്വത്തിന് വീണ്ടും ഒരു പരാതി അയക്കുവാൻ, അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും എല്ലാം വീണ്ടും പരാതി അയക്കാൻ ധൈര്യം കാണിച്ചിരിക്കുന്ന ഒരു കാര്യം നമ്മൾ കാണുകയാണ്. നിയമപരമായ കാര്യം അവിടെ നിൽക്കട്ടെ, രാഷ്ട്രീയ ധാർമ്മികത എന്നൊന്നുണ്ടല്ലോ. ഒരു പൊതുപ്രവർത്തകൻ തന്റെ പ്രവർത്തനം സമൂഹത്തിന് വേണ്ടി മാതൃകാപരമായി ഡെഡിക്കേറ്റ് ചെയ്ത് സമർപ്പിക്കാനാണ് ഒരു പൊതുപ്രവർത്തകൻ എല്ലാ തരത്തിലുള്ള തന്റെ പൊതുപ്രവർത്തനത്തെ മാറ്റിവെക്കുന്നത്. തന്റെ പ്രവൃത്തിയിലൂടെ, മാതൃകാപരമായ പ്രവൃത്തിയിലൂടെ കൂടുതൽ യുവജനങ്ങളെ തന്റെ സംഘടനയിലേക്ക് ആകർഷിക്കുക, അങ്ങനെ തന്റെ സംഘടനയെ ശക്തമാക്കുക എന്നതാണ് ഓരോ യുവജന പ്രസ്ഥാനത്തിന്റെയും പ്രവർത്തകന്റെ ലക്ഷ്യം. എന്നാൽ ഈ പ്രവർത്തകനെതിരെ അടുത്ത കാലത്ത് ഉയർന്നു വന്ന നിരവധി ആരോപണങ്ങളുണ്ട്. ഈ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരം ചർച്ചകളിലടക്കം ഞങ്ങൾ തെളിവുകൾ വച്ച് അത് നിരത്തുമ്പോൾ ശ്രീ N ശ്രീകുമാർ അടക്കമുള്ളവർ എത്രയോ ഞങ്ങളെ ആക്രമിച്ചിട്ടുണ്ട്. ഒരു യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ തന്നെ വ്യാജ ഐഡന്റിറ്റി കാർഡ് ഉണ്ടായി. അതും ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് വോട്ടർ ID കാർഡ് വ്യാജമായിട്ട് നിർമ്മിച്ച് വോട്ട് പിടിച്ച് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് മുതൽ എടുത്തു നോക്കുക. അതുപോലെ ചൂരൽമല മുണ്ടക്കൈ ആ ദുരന്തത്തിന്റെ പേര് പറഞ്ഞ് കോടിക്കണക്കിന് രൂപ പിരിച്ചതുമായി ബന്ധപ്പെട്ടുള്ള കാര്യം, ഇതെല്ലാം കോൺഗ്രസിന്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ് കൃത്യമായി തെളിവുകളോടെ വിവരങ്ങൾ പുറത്തു വന്നത്. അത് രാഷ്ട്രീയപരമായിട്ട് ഞങ്ങൾ പ്രചരിപ്പിച്ചിട്ടുണ്ട്, ഞങ്ങൾ ഇത്തരം ചർച്ചകളിൽ ഉന്നയിച്ചിട്ടുണ്ട്. അന്നേരം ഞങ്ങൾക്കെതിരെ എത്രയോ ആക്രമണമാണ്. അതുകൊണ്ട് ചരിത്രത്തിലില്ലാത്ത
ഏറ്റവും ഗുരുതരമായിട്ടുള്ള സാഹചര്യത്തിലൂടെ സ്ത്രീകൾ, അതുപോലെ തന്നെ കോൺഗ്രസ് നേതാക്കന്മാരുടെ ഭാര്യമാർ, മക്കൾ, സഹോദരിമാർ, അതുപോലെ സഹപ്രവർത്തകരെല്ലാം വലിയ ട്രോമയിലൂടെ, സത്യം പറഞ്ഞാൽ ക്രൂരമായ ആക്രമണം നവമാധ്യമങ്ങളിലൂടെ നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് കോൺഗ്രസ് ഏറ്റവും ശക്തമായി ഈ വിഷയത്തിൽ എന്ത് പ്രതികരണമാണ് നടത്തുന്നത് എന്ന് ഈ നാട് കാതോർക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത്.